ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനി ജലദോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ സൗണ്ടൊക്കെ പോയി കിടക്കുകയായിരുന്നു. അത് കാരണമായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് കേട്ടോ. സൗണ്ടൊക്കെ പോയിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. നമ്മൾ കുറേ മുന്നേ, ഒരു മാസം മുന്നേ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഈ പനി പിടിച്ച സമയത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. അപ്പോൾ അതിൽ നമ്മളെ ശബ്ദം കേട്ടവർക്ക് മനസ്സിലാവും. സൗണ്ടൊക്കെ ഇത് ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ സൗണ്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ളൊരു വീഡിയോ, ഒരു ഹാഫ് ഡേ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഭഗവാനെ കണ്ടതിന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓരോ 4:45 5 മണിയൊക്കെ ആവണ നേരത്തെ എണീറ്റ് ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ ഞാനൊരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഷോർട്സ് വീഡിയോ മാത്രമേ ഞാൻ ആ സമയത്ത് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ ചായ കുടിച്ചിട്ടില്ല, കട്ടൻ ചായ കുടിച്ചിട്ടുള്ളൂ. കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാനിത് നേരൊക്കെ വെളിച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിക്കണ്. അപ്പോൾ നമ്മളവിടെ മഞ്ഞൊന്നും തീരെ പോയിട്ടില്ല. പാടത്തിൻ്റെ ഏരിയ കാരണം ഭയങ്കര മഞ്ഞാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും അടുക്കള പണിയൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളെ വീടല്ല പരിസരമൊക്കെ ഒന്ന് അടിച്ച് വാരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയലില്ലേ, ആഴ്ചയിൽ ഒരു ദിവസം മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തീയിടലുണ്ടെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മുറ്റം, അതേപോലെ തന്നെ കുറച്ചൊരു പറമ്പ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തീയിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതാ അടിച്ചു വരാനായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കുറേ തൈകളുണ്ട് കേട്ടോ. ഈ തെങ്ങിൻ്റെ, മാവിൻ്റെ, അതേപോലെ പ്ലാവ്, കണിക്കൊന്ന, അങ്ങനെ കുറേ തൈകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല ഇല കൊഴിയുന്ന സമയമാണല്ലോ അപ്പോൾ നന്നായിട്ട് ഇല കൊഴിയും. അപ്പോൾ ദിവസം രാവിലെയും വൈകുന്നേരം ഞാൻ അടിച്ചു വരലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും അപ്പം കുറച്ചൊരു പറമ്പ് കൂടി ഉണ്ട്. അപ്പോൾ പറമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പറമ്പൊന്നുമില്ല, കുറച്ച് നമ്മൾ വീടിനോട് ചേർന്നിട്ടുള്ള. അപ്പോൾ നമ്മൾ വീടിന് മുൻഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ചു വാരി തീരാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ അടിക്കില്ല, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അടിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും നന്നായിട്ട് ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട്, അതേപോലെ തന്നെ ഒരു ചീനിക്കമരം ഉണ്ടല്ലോ, അത് പറമ്പിൻ്റെ അറ്റത്ത് ചീനിക്കമരമുണ്ട്. അതും ഇതേപോലെ തന്നെ പൂവിട്ട സമയമാണ് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ പൂവ് കുറേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ നീങ്ങൂല. അത് കാരണം ഇന്നെന്തായാലും അതൊക്കെ ഒന്ന് അടിച്ചു വാരി തീരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റത് കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റപ്പം ഞാൻ പണിയൊക്കെ കഴിച്ച്, അതേപോലെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്ത്, പിന്നെ നല്ല നേരം വെളുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ പുറത്തേക്ക് വന്നത്. അങ്ങനെ ഞാനിതാ പറമ്പൊക്കെ അടിച്ചു വാരി തീയിടുകയാണ് കേട്ടോ.
അതുപോലെ ഉണ്ടല്ലോ ഈ ചൂല്, ഇതാ നല്ലതാണ് കേട്ടോ ഈ ചൂല്. ആദ്യമൊക്കെ ഞങ്ങളിതുപോലെ ഈ നമ്മൾ തേങ്ങ കിടുന്ന സമയത്ത് ഓല വെട്ടുമല്ലോ, അപ്പോൾ ആ ഓല ചീന്തിയിട്ട് ഈർക്കളെടുത്തിട്ട് നമ്മൾ ചൂലുണ്ടാക്കുമല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമൊക്കെ മുറ്റടിച്ചിരുന്നിട്ടാ. ഇപ്പോഴും അമ്മ വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മയ്ക്ക് കാല് മുറിഞ്ഞുകൊണ്ടാണ് അമ്മ മുറ്റടിക്കാത്തത്, അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ മുറ്റടിക്കൽ. ഞാൻ മുറ്റടിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കധികം കുമ്പിട്ടിട്ട് കുറേ നേരം കുമ്പിട്ട് കഴിഞ്ഞാൽ വെയ്ക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ് ഇപ്പോൾ ഈ ചൂല്. ഇതിന് മുന്നേ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു മോഡൽ നമ്മൾ ചൂല് പോലെ തന്നെ ഉള്ളൊരു ചൂലുണ്ടായിരുന്നു. അതേപോലെ കമ്പിയുടെ ഒരു ചൂല്, അതേപോലെ ചെറിയ ഈ മുള ചെറുതാക്കി ഇണ്ടിട്ട് ഇതുപോലത്തെ പരത്തി പോലെ ഉണ്ടാക്കണ അങ്ങനത്തെ ഒരു ചൂല്. അങ്ങനെ 3-4 ഐറ്റം ചൂല് നമ്മൾ മേടിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും അടിച്ചാൽ അങ്ങോട്ട് അത്ര വൃത്തിയാവില്ല. അങ്ങനെ ഇപ്പോൾ ഈ അമ്മയ്ക്ക് വയ്യാതായതിൻ്റെ ശേഷത്തെ പോലെ ഞാനിങ്ങനെ പുറത്ത് പോയപ്പോൾ ഈ ചൂലൊന്ന് മേടിച്ച് വയ്ക്കാതാണ് കേട്ടോ. അത് നല്ലതാണ്. ഇത് അടിച്ചു വരുമ്പോൾ നമ്മൾ മറ്റേ ഈ ഈർക്കൽ ചൂലായിട്ട് അടിച്ചു വരുന്ന പോലത്തെ വൃത്തിയാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിട്ട് അടിച്ചു വരുമ്പോൾ അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും നമ്മൾ വീട്ടിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, ചെറിയ കുട്ടികൾ അങ്ങനെ ചെറിയ കുട്ടികളല്ല, ഒരു 5-6 ക്ലാസ്സിലൊക്കെ മുറ്റടിക്കാൻ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ചൂലായിട്ട് അടിച്ചു വരാൻ വേണ്ടി നല്ല വൃത്തിയാവുന്നുണ്ട്. ഈ ചമ്മലും അതേപോലെ കല്ലും കട്ടയൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ മറ്റേ ചൂലിനേക്കാളും. അങ്ങനെ ഞാനിതാ മുറ്റവും പറമ്പൊക്കെ അടിച്ചു വാരി തീയിട്ടാ. കണ്ടില്ല, നല്ല വൃത്തിയില്ല അടിച്ചു വാരിയതൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് നേരമൊക്കെ കിടക്കുള്ളൂ കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇല കൊഴിയൽ തുടങ്ങും. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും വീണ്ടും ഇതേപോലെ അല്ലെങ്കിലും നന്നായിട്ട് ഇല കൊഴിയും കേട്ടോ. അപ്പോൾ പിന്നെ മുറ്റം മാത്രമേ അടിച്ചു വരുള്ളൂ. പറമ്പിൻ്റെ ആ ഭാഗമൊന്നും പിന്നെ ഞാൻ അടിച്ചു വരലില്ല. അങ്ങനെ തീയൊക്കെ ഇട്ട് ആയപ്പോഴത്തേന് കുറച്ച് നേരം ആയിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് വിശന്ന്. അപ്പോൾ പിന്നെ ഞാൻ അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ ചായ കൊടുത്തിരുന്നു. പിന്നെ ഞാനും ചായ അടിക്കാൻ വിചാരിച്ച് അങ്ങനെ വന്നിട്ട് ഒരു കഷ്ണം പുട്ട് എടുത്തിരുന്നു കേട്ടോ. ആ പുട്ടും ഇന്നലത്തെ കറിയാണ്. ഞാൻ പിന്നെ ഇന്നലത്തെ കറി കൂട്ടിയില്ല, പുട്ടും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമാണ് പുട്ടും പഞ്ചസാര, അതേപോലെ പുട്ട് പപ്പടം, പുട്ടും പഴമൊക്കെ കേട്ടോ. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കടലക്കറിയൊന്നും അങ്ങനെ ആർക്കും പറ്റില്ല. ഇന്നലത്തെ കറി പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അത് കാരണം ഭയങ്കര ഒരു പണിയാക്കുകയാണ് കേട്ടോ. കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇന്നലത്തെ കറി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പഞ്ചസാര ചായയിൽ പുട്ട് അങ്ങനെ കുഴച്ചിട്ട്, അതേപോലെ പപ്പടം, ചെറുപഴം, അതേപോലെ എരിവുള്ള മിച്ചറുണ്ടല്ലോ, ആ മിച്ചർ അതൊക്കെ കൂട്ടിയിട്ട് തിന്നാൻ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അതേപോലെ ലഡു, ജിലേബി അതൊക്കെ കൂട്ടി പുട്ടുന്ന നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തിന്നാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ മിക്കവാറും പുട്ടാണ് ചുടൽ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ ഇതാ മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മീൻ നന്നാക്കിയതിന് ശേഷം അടുക്കളയ്ക്ക് വന്നിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പാത്രത്തിലാക്കി വെച്ചത് കഴിഞ്ഞിരുന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ മുളക് മേടിക്കലുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ എടുത്തന്നെ ഒരു മില്ലുണ്ട് കേട്ടോ. ആ മില്ലിൽ അവരെന്നെ കഴുകി ഉണക്കി പൊടിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കൽ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതൊക്കെ ഒരു പ്രത്യേക കളറ് പോലെ തോന്നലുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1-2 മില്ല് ഇതുപോലെ മേടിച്ചിട്ട് ഈ മില്ലിൽ നിന്ന് മേടിച്ചപ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല മുളകും പൊടിയായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ മുളക് അങ്ങനെ മേടിക്കലില്ല. ഇനി ഓണം വിഷുവൊക്കെ ആവണം ആ സമയത്തൊക്കെ മേടിക്കാമെന്നല്ലാതെ അല്ലാതെ അങ്ങനെ മേടിക്കലില്ല കേട്ടോ. മില്ലിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചത് മേടിക്കുകയും ചെയ്യൽ. നമ്മളിതാ ഇങ്ങനെ ധൃതിയിൽ പെട്ടെന്നൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഓരോന്ന് വികലും പോവലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എൻ്റെ അടുത്ത് പറ്റലില്ല കേട്ടോ. അധികം സമയങ്ങളിൽ ഇതേപോലെ വേഗം പണിയെടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പറമ്പൊക്കെ അടിച്ച് വന്ന് അപ്പോഴത്തേന് ഒരു 11:30 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റടിക്കുന്ന സമയത്ത് തന്നെ ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് കഴിയല്ലോ വിചാരിച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചോറൊക്കെ ഞാൻ വെച്ചിരുന്നു. പിന്നെ ഒരു 11:30 ആയിട്ടാട്ടോ നമുക്ക് മീൻ കിട്ടിയത്. മത്തിയാണ് കിട്ടിയത്. അത്ര കുറേയൊന്നുമില്ല, കുറച്ചുള്ളൂ കേട്ടോ മത്തി. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച്. കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷം മീനൊക്കെ നന്നാക്കി കറിയൊക്കെ വെച്ചതിന് ശേഷം കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിതാ പെട്ടെന്ന് പണിയെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മഞ്ഞൾപ്പൊടി പോയിട്ടാണ്. അങ്ങനെ ഞാനിതാ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ടാണ്. എന്നിട്ടാണ് പിന്നെ ഞാൻ
കറിയൊക്കെ വെച്ചത്. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ തന്നെ മത്തി ഒന്ന് വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുക. കുറച്ച് മത്തിയല്ലേ ഉള്ളൂ, അപ്പോൾ മത്തി വറ്റിച്ച് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, ഒരു തക്കാളി, ഒരു 4-5 പച്ചമുളകും കൂടി പുളിവെള്ളത്തിൽ കലക്കിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ട് തിളച്ച് തക്കാളിയും പച്ചമുളകൊക്കെ വറ്റി കഴിഞ്ഞാൽ, പച്ചമുളകും തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ മത്തി ഇട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇറക്കാൻ നേരത്ത് 2 തണ്ടോ അല്ലെങ്കിൽ 1 തണ്ടോ വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞങ്ങളിവിടെ ഇതിന് മീൻ മുളകിടുക എന്നാണ് പറയുക. പിന്നെ ഒന്നും കൂടി വറ്റിച്ചാൽ മീൻ വറ്റിച്ചതെന്നും പറയും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞമത്തി, ഈ ചെറിയ മത്തിയൊക്കെ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങ ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ പുളിയാണ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ കറിക്കൊക്കെ ഉള്ളത് അടുപ്പത്ത് വെച്ച്, പിന്നെ ആ നേരം കൊണ്ട് തന്നെ ഞാൻ കറിയൊക്കെ ആവണ നേരം കൊണ്ട് ഞാനിതാ നമ്മൾ അലക്കാനുള്ളതൊന്ന് സോപ്പും വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ആവണ നേരം കൊണ്ട് നമുക്ക് അലക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ സോപ്പും വെള്ളത്തിലൊക്കെ അലക്കാനുള്ള തുണിയൊക്കെ കൊണ്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലക്കകല്ല് കുളിമുറിയിലാണ് കേട്ടോ. നമ്മൾ പുറത്ത് അലക്കകല്ലില്ല. അപ്പോൾ വലിയ പുതപ്പൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ പിന്നെ ഞാൻ നമ്മളെടുത്തുള്ള വീട്ടിലത്തെ അലക്കണ കല്ലുമ്മ കൊണ്ടുപോയിട്ടാണ് അലക്കൽ. അപ്പോൾ ഞാനിത് ഈ കറിയും വെക്കലുണ്ട്, അതോടൊപ്പം തന്നെ അലക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 11:30 കഴിഞ്ഞ്, അപ്പോൾ കറിയൊക്കെ വെച്ച് കുളിച്ചിട്ട് വേണം പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ കറി ആവണ നേരം കൊണ്ട് തന്നെ അലക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ അടുപ്പിലെ വെണ്ണീർ വാരുമല്ലോ, അപ്പോൾ അത് വെണ്ണീർ വാരിയിട്ട് ഞാനൊരു കവറിലാക്കിയിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ മൂലയിൽ വെക്കും കേട്ടോ. അപ്പോൾ ആ കവർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ചാക്കിൽ അങ്ങനെ ആക്കി വെക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ തെങ്ങിൻ തടം തുറക്കുമ്പോഴൊക്കെ വളമായിട്ടൊക്കെ ഉപയോഗിക്കും. അതേപോലെ തന്നെ വെണ്ണീർ വാങ്ങാനൊക്കെ ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യൽ. അപ്പോൾ ഞാനിതാ കറിയൊക്കെ ആകുന്ന സമയത്ത് അലക്കണമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിതാ ഈ അടുക്കളൊക്കെ ഒന്ന് അടിച്ചു വാരി വെണ്ണീറൊക്കെ കവറിലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് ഒഴിവാക്കി കറിയൊക്കെ ആയി. പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കുകയാണ് കേട്ടോ. കുളിച്ചിട്ട് പിന്നെ അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് തോരയിട്ട് നമ്മൾ ആറിയിടുമല്ലോ, നമ്മൾ ആറിയിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ഇത്രയൊന്നും ഒരു ആൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ കാണുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞിരുന്നില്ല, നമ്മുടെ ഇത്താത്ത പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഇതിലാണ്ട് തുടങ്ങി പോയതാണ് കേട്ടോ. പിന്നെ തുടങ്ങിയപ്പോൾ നമ്മൾ ദിവസം വീഡിയോ ഇടും. ഇപ്പോൾ ഈ പനി പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതായത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടും, ആ വീഡിയോ ഒക്കെ നിങ്ങൾ ഓരോരുത്തർ കാണുന്ന സമയത്ത് ഓരോ വ്യൂസ് കൂടുമ്പോഴും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും, വീഡിയോസ് ഇങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ ഓരോ വ്യൂസ് കൂടുന്നത് കാണുമ്പോൾ, ഓരോ ലൈക്ക് വരുന്നത് കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ആ വീഡിയോസ് ഇങ്ങനെ വ്യൂസ് കൂടുന്നതും സബ്സ്ക്രൈബ് കൂടുന്നതൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയുള്ള യൂട്യൂബ് ചാനലുള്ളവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നതൊക്കെ വ്യൂസ് ഉണ്ടാവുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടുക, ലൈക്ക് കൂടുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ എനിക്കതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ പൂച്ചക്കുട്ടിനും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി നന്ദി.